അപ്പോൾ വർണ്ണാഭമായ കുട്ടിക്കലാശം അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടികളുടെയും ഒരു ശക്തി പ്രകടനം കൂടിയായി മാറിയിട്ടുണ്ട് ഈ കുട്ടിക്കലാശം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലേ അനുപു. അപ്പോൾ നമുക്കിനി കുട്ടിക്കലാശത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി കോഴിക്കോടേക്ക് പോകാം. അവിടെ നിന്ന് ദീപക് ധർമ്മടമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദീപക്, ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിക്കലാശം ഇപ്പോഴും പാർട്ടി പ്രവർത്തകരുടെയും ഒപ്പം തന്നെ ആ പാർട്ടിയുടെ തന്നെ ഒരു ശക്തി പ്രകടനമായി മാറാറുണ്ട്. എങ്ങനെയായിരുന്നു കോഴിക്കോട്ടെ കുട്ടിക്കലാശം? ഒപ്പം അങ്ങിങ്ങായി ചെറിയ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് അങ്ങിങ്ങായിട്ടുള്ള സംഘർഷം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ കാരണം? വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസം നമ്മുടെ പര്യടനം ആരംഭിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ആദ്യം വി.ഡി. സതീശന്റെ വീട്ടിൽ പറവൂർ മണ്ഡലത്തിൽ നിന്ന് തുടങ്ങുന്നു. അവിടെ കൊട്ടിക്കലാശ ദിനം രാവിലെ മുതൽ തന്നെ അവർ വലിയ ശക്തി പ്രകടനമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും മലപ്പുറത്തേക്ക് എത്തുന്നു, മലപ്പുറത്ത് നിന്ന് പാലക്കാടേക്ക് എത്തുന്നു, നേരെ കോഴിക്കോട്ടേക്ക് എത്തുന്നു. പാലക്കാട് ജില്ലയിൽ നമ്മൾ പോയില്ല. ഈ 3 ജില്ലകളിലൂടെയുള്ള പര്യടനത്തിൽ യഥാർത്ഥത്തിൽ 3 മുന്നണികളും ഈ അവസാന ദിവസം അവരുടെ എല്ലാ ആവനാഴിയും എടുത്തുകൊണ്ട്, എല്ലാ ശക്തിയും ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടുള്ള യഥാർത്ഥ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശം അത് കൊട്ടിക്കയറി കലാശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശത്തിൻ്റെ 6 മണിയാകുമ്പോഴേക്കും നമ്മളുള്ളത് 5 മണിക്ക് ശേഷമുള്ളത് ബേപ്പൂർ മണ്ഡലത്തിലാണ്. ഒരുപക്ഷെ വടക്കേ മലബാറിൽ ഏറ്റവും തീപ്പാറുന്ന പോരാട്ടം, അതായത് ഒരു സ്റ്റാർ മണ്ഡലമായി മാറിയത് ബേപ്പൂരാണ്. അതൊന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിൻ്റെ മണ്ഡലം. ഒപ്പം തന്നെ പി.വി. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ എത്തുന്നു. ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബുവും മത്സരിക്കുന്നു. അങ്ങനെ ഒരു താര പോരാട്ട മണ്ഡലമായ ബേപ്പൂരിൽ നമ്മൾ കണ്ടത് റിയാസിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനമായിരുന്നു കണ്ടത്. സമാനമായ ശക്തി പ്രകടനം തന്നെ 3 മുന്നണികളും നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ കുട്ടികൾ മുതൽ സ്ത്രീകൾ മുതൽ ആബാലവൃദ്ധ ജനങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമാപനത്തിന് തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ബേപ്പൂരിൽ കണ്ടത്. കോഴിക്കോട് നഗരത്തിലെടുത്താൽ പാളയത്തും മാവൂർ റോഡിലുമെല്ലാം നോർത്തിൻ്റെയും സൗത്തിൻ്റെയും പ്രകടനങ്ങൾ അങ്ങനെയായിരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ പ്രചരണ കൊട്ടിക്കലാശം ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വേണ്ടെന്ന് തീരുമാനിച്ചു. ജില്ലാ കലക്ടർ അത്തരമൊരു തീരുമാനമെടുക്കുകയായിരുന്നു. പൊതുവിൽ സംഘർഷ സാധ്യതയുണ്ടെന്ന് പറയുന്ന മേഖലയിലെല്ലാം വലിയ മുൻകരുതൽ പോലീസും ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എടുത്തിരുന്നു. എന്നാൽ മലബാറിൽ പോരാട്ടം തീപ്പാറുന്നതാകുന്നത് മലബാറിലെ കോട്ട നിലനിർത്തുക എന്നത് LDFന് ഭരണ തുടർച്ചയ്ക്ക്, ഭരണമാറ്റത്തിന് UDFനും വലിയ രീതിയിൽ മലബാറിൽ നിന്നും വോട്ടുകൾ സമാഹരിക്കണം, സീറ്റുകൾ തിരിച്ചു പിടിക്കണം. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ UDFൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ല 13 മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്, UDF പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. LDF ആണെങ്കിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കരുത് എന്നുള്ള നിലപാടിലാണ്. നവ്യ ഹരിദാസിലൂടെ BJP, റെനീഷിലൂടെ BJP ഈ കോഴിക്കോട് നഗരത്തിൽ വലിയ സാന്നിധ്യമാകാനുള്ള ശ്രമം നടത്തുന്നു. ബേപ്പൂരിൽ പ്രകാശ് ബാബുവും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ്. മഞ്ചേശ്വരമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം മലബാറിൽ ലക്ഷ്യം വെക്കുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ K. സുരേന്ദ്രനെ അവരിറക്കിയുള്ള വലിയ പ്രചാരണം. പാലക്കാടെ കൊട്ടിക്കലാശം നമ്മൾ കണ്ടതാണ്, മഞ്ചേശ്വരത്തെ കൊട്ടിക്കലാശവും കണ്ടതാണ്. ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് 3 മുന്നണികൾ ത്രികോണ മത്സരം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് മഞ്ചേശ്വരത്തും പാലക്കാട്ടുമാണ്. മലമ്പുഴയിലും BJP വലിയ രീതിയിലുള്ള പ്രകടനം. മലമ്പുഴ LDFൻ്റെ സിറ്റിംഗ് സീറ്റിൽ അവിടെ A. പ്രഭാകരനും വലിയ പ്രകടനം നടത്തുന്നു. A. സുരേഷ് ഇടതു ക്യാമ്പിൽ നിന്നും പുറത്തായ CPMൽ നിന്നും പുറത്തായ A. സുരേഷ് UDFൻ്റെ സ്ഥാനാർത്ഥിയാകുന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും നമ്മൾ കണ്ട ശക്തി പ്രകടനം അതൊരു അഭിമാന പോരാട്ടത്തിൻ്റെ ശക്തി പ്രകടനമാണ് കണ്ടത് ഇരു മുന്നണികൾക്കും. അങ്ങനെ നോക്കുമ്പോൾ മലബാറിൽ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ കൊട്ടിക്കലാശമാണ് നമ്മൾ കണ്ടത്. ഇനി നിശബ്ദ പ്രചാരണമാണ്, അട്ടിമറികളുടെ രഹസ്യ നീക്കങ്ങളുടെ, വോട്ടുകളുടെ ഷിഫ്റ്റിങ്ങുകളുടെ സമയമാണ്, രഹസ്യ നീക്കങ്ങളുടെ സമയമാണ്. അത് കഴിഞ്ഞ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് കേരളം നീങ്ങുമ്പോൾ മലബാറിൽ നിന്നുള്ള വോട്ടിലാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പ്രവിത ലക്ഷ്മി. ശരി, ദീപക് ധർമ്മടമാണ് അങ്ങനെ കോഴിക്കോട്ടെ കൊട്ടിക്കലാശത്തിന്റെ വിശദമായ വിവരങ്ങൾ നൽകിയത്. ദീപക് പറഞ്ഞതുപോലെ തന്നെ 3 മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിലാണ്. ഇനി മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ ഈ വോട്ടേഴ്സ് എത്തുമ്പോൾ ഏത് രീതിയിലൊരു മാറ്റമാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മെയ് 4-ാം തീയതി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.